വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഫസ്റ്റ് ഓമൻ സിനിമ കാണാൻ വേണ്ടി വന്നെങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓമൻ സീരീസിലെ 6ാമത്തെ സിനിമയാണ് ഈ ബൂട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇത് പ്രീക്വലാണ്. ഓമൻ എന്നുള്ള ഫസ്റ്റ് പടത്തിന് മുന്നേ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ദ ഫസ്റ്റ് ഓമൻ സിനിമ കണ്ട് വീട്ടിലെത്തി. ഒരു ഡെബ്യൂട്ടാൻ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ലേഡി ഡയറക്ടർ. ആളുടെ പേര് അർക്കഷ സ്റ്റീവൻസൺ എന്നാണ്. സൂപ്പർബ് ഡയറക്ഷനായിരുന്നു. ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ ഗ്രാഫിക് വയലൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. എ റേറ്റഡ് ആണെന്ന് തോന്നുന്നു മൂവി. അത് ജസ്റ്റ് ഹൊറർ ആയതുകൊണ്ട് മാത്രമല്ല, കുറച്ച് നല്ല രീതിയിൽ സെക്ഷുവലായിട്ടുള്ള കോണ്ടൻറ്റും ഒക്കെ വന്നു പോകുന്നുണ്ട്. ഗ്രാഫിക് വയലൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള രീതിയിലുള്ള സീക്വൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ ലെവൽ ബ്രൂട്ടലൊന്നുമല്ല, എന്നാലും ഒരു ഹൊറർ സിനിമയിൽ പൊതുവെ ഇത്രയ്ക്ക് അങ്ങോട്ട് കാണിക്കാറില്ല. ഇതിൽ കുറച്ച് കൂടുതൽ കാണിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവസാനം പറയാം. ആദ്യം തന്നെ പറയേണ്ടത് ഇതിലെ മെയിൻ ലീഡ് ആക്ട്രസിൻ്റെ പേര് തന്നെ അടിപൊളിയാണ്. നെൽ ടൈഗർ ഫ്രീ എന്നാണ് ആളുടെ പേര്. നിങ്ങൾ എവിടെയെങ്കിലും ആളെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഗെയിം ഓഫ് ത്രോൺസിൽ മെർസല ബെറാത്തി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് ആൾക്ക് ഇത്ര പ്രായം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെർസലിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതൊരു സസ്പെൻസ്, ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പോയിലർ ആവുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഗെയിം ഓഫ് ത്രോൺസ് എങ്ങാനും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും മെർസല ബെറാത്തിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പുള്ളിക്കാരിയാണ് ഇതിനകത്ത് ഈ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഗെയിം ഓഫ് ത്രോൺസിൽ തന്നെയുള്ള നമ്മുടെ ടിറിയൻ ലാനിസ്റ്ററിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളി ടൈവിൻ ലാനിസ്റ്റർ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളുണ്ട്. പുള്ളിയുടെ ഇൻട്രോ തന്നെ അടിപൊളിയാണ്. ആ ഇൻട്രോ പോർഷൻ, ആ ഒരു ഫസ്റ്റ് ആക്ട് കിഡിലിനാണ്. പുള്ളി അതിൽ മാത്രമേ ഉള്ളൂ, എന്നാലും അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് പേര്, മുഖപരിചയമുള്ള വേറെ ഒരുപാട് പേരെ നിങ്ങൾക്ക് സിനിമയിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. ഈ സിനിമയിലെ വേറൊരു മേജർ നടന്ന് പറഞ്ഞാൽ ബിൽ നൈഗിയാണ്. ബിൽ നൈഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പൈററ്റ്സ് ഓഫ് ദി കറേബ്യനിലെ ഡേവി ജോൺസ് എന്നുള്ള ക്യാരക്ടർ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു കിഡിലൻ ആക്ടറാണ്. ഹാരി പോട്ടറിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അണ്ടർവേൾഡ് സീരീസിലെ മെയിൻ വില്ലനാണ്. അങ്ങനെ ഒരുപാട് സിനിമയിൽ കലക്കൻ റോൾ ചെയ്തിരിക്കുന്ന ഒരു നടനാണ് ബിൽ നൈഗി. പുള്ളി ഇതിനകത്ത് ഒരു മേജർ റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അവരൊക്കെ നിങ്ങൾ ഏകദേശം കണ്ട് പരിചയമുണ്ടാവും. ഈ സിനിമയുടെ ഒരു കോറെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഓമൻ എന്നുള്ള ആ ലെജൻഡറി ക്ലാസിക് മൂവിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഇതൊരു പ്രീക്വലാണ്. ഇത് ഓമൻ ഫ്രാഞ്ചൈസിലുള്ള 6ാമത്തെ സിനിമയാണെങ്കിൽ പോലും ഇത് ഓമൻ എന്നുള്ള ആദ്യത്തെ സിനിമയുടെ മുന്നേ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള 5 ഓമൻ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ രസമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നാളും കണ്ടത് ഓമൻ്റെ ബാക്കി പത്രങ്ങളാണെങ്കിൽ ഇത് ഓമൻ്റെ മുന്നേ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രീക്വല് എനിക്ക് നല്ല രീതിയിൽ എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് പടം ഓമനിലുള്ള ഡേമിയൻ ഓമൻ്റെ ഈ കാണുന്ന ക്യാരക്ടർ, ആ കുട്ടിയുടെ ബേസ് ചെയ്തിട്ടാണ് മെയിൻ സംഭവം. ആ കുട്ടിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതാണ് ഈ കഥ മൊത്തം ഈ സിനിമയിൽ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഓൾറെഡി ഓമൻ എന്നുള്ള ഫസ്റ്റ് മൂവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. 1 ആണ് ഏറ്റവും നല്ല സിനിമ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 1 കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ 1 കാണാൻ നിൽക്കണ്ട. ഈ സിനിമ കണ്ടതിന് ശേഷം 1 കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. എന്തായാലും ഓമൻ ഫ്രാഞ്ചൈസിൽ ഇത്രയും നാൾ ഒരുപാട് സിനിമകൾ സീക്വൽസൊക്കെ വന്നതിൽ ഈ പ്രീക്വലാണ് എനിക്കിപ്പോൾ ഇത്തിരി ഇമ്പ്രസീവായിട്ട് തോന്നിയത്. ഇത് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ക്ഷമ വേണം. ഇത് കുറച്ച് സ്ലോ പേസ്ഡ് രീതിയിൽ അങ്ങനെ ഒരു മൂഡ് സെറ്റ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. എന്നാൽ ഒരുപാട് എൻജോയബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സും ഉണ്ട്. ഇതൊരു മുഴുതിയുള്ള ജംപ് സ്കെയർ രീതിയിലുള്ള ഒരു പടമല്ല. പക്ഷേ ചില സീക്വൻസസ് എടുത്തു വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. ചെറിയ സട്ടിൽ കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ ഞെട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പിക്ചറൈസേഷൻ ചെയ്ത് വെച്ചേക്കണം. സ്പീക്കിംഗ് ഓഫ് പിക്ചറൈസേഷൻ, ഇതിൻ്റെ ക്യാമറമാൻ ഡിസേർവ്സ് എ ഹ്യൂജ് അപ്ലോസ്. കാരണം അടിപൊളിയായിട്ട് ചില ഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ആൾക്കാർ വരുന്നത് ഫ്രെയിമിലേക്ക് എവിടെ നിന്ന് വന്നടേ എന്ന് ചോദിച്ചു പോകും. അത്രയും എവിടെ നിന്ന് വന്നടേ എന്നുള്ള നമ്മൾ ആ ഒരു ഞെട്ടലിലൂടെയാണ് അറിയണത്. അത് ഗംഭീരമായിട്ട് അത് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ വർക്ക് അത്ര അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി, വർക്കായി. പിന്നെ ഇതിലെ മെയിൻ നടിയുടെ ടൈഗറിൻ്റെ പെർഫോമൻസ് പെർഫോമൻസാണ്. പുള്ളിക്കാരി പുലിയാണിടെ, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഗംഭീരമായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ഒരാളായതുകൊണ്ടാണെന്നുകൊണ്ട് എനിക്ക് ആ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അടിപൊളിയായിരുന്നു. ഈവൻ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഓമൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം, സാത്താൻ്റെ സന്തതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു
ഒരു കൊച്ച് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, 3-6-666 എന്നുള്ള സംഭവം. അത് കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. അത് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ അടിപൊളിയാണ്. പെട്ടെന്ന് ഈ നടി ആ ഒരു മാർക്കിംഗ് കാണുന്ന ഒരു ഷോട്ട് ഉണ്ട്, അത് എവിടെയാണ് ആ മാർക്കിങ്, എങ്ങനെയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ഗംഭീര സിനിമാറ്റിക് ഫിലിം മേക്കിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ആ ഒരു പെർട്ടിക്കുലർ ഷോട്ടിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കണം. അത്രയും ബ്രില്യൻ്റ്ലി എക്സിക്യൂട്ടഡ് ഷോട്ട് എന്നൊക്കെ പറയില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു അത്. പക്ഷേ ഇത് ക്ഷമയുള്ളവർക്ക് പറ്റുന്നൊരു സിനിമയാണ്. ഇപ്പോൾ ഒരു മുഴുനീള ഹൊറർ പേടിപ്പെടുത്തുന്ന ഒരു മാസ് മസാല ടൈപ്പ് ഹൊറർ ഫിലിം കാണാൻ പോകുന്ന ഒരു മൂടി പോയാൽ ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതകൾ വളരെ കുറവാണ്. ഇത് ക്ഷമയോടെ ഇരുന്ന് ഒരു സിനിമാറ്റിക് അനുഭവം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു പടമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഡ്യൂൺ എന്നുള്ള സിനിമ ഒരു പ്രത്യേക മൂഡിലാണ് ആ സിനിമ പോകുന്നത്. അപ്പോൾ ഒരു പോപ്കോൺ ഫ്ലിക്ക് എന്നുള്ള രീതിയിൽ പോയി ഡ്യൂൺ കണ്ടാൽ ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ സിനിമയും ഫീൽ ചെയ്തത്. ഇതൊരു പോപ്കോൺ ഫ്ലിക്ക് അല്ല, ഇതൊരു ഫാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ജോയിനിങ് സ്റ്റോറിയുള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ വർക്കായി. അനുഭവിക്കും സിനിമ വർക്കായി, അത് അത്ഭുതമാണ്. ഞാൻ പ്രതീക്ഷ അനുഭവിക്കുക ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല എന്നാണ് ഇതിൻ്റെ സ്ലോ പേസിങ് കാരണം. പക്ഷേ അനുഭവിക്കുക സിനിമ വർക്കായി. ഈ സിനിമ എത്ര മണിക്കൂറുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു പേസിങ് ഞാൻ പറഞ്ഞത് സ്ലോ പേസ് ആണ് എന്ന് ഞാൻ പറയുകയാണ്. എത്ര മണിക്കൂറുണ്ടെന്ന് എനിക്കറിയില്ല. 119 മിനിറ്റ്സേ ഉള്ളൂ, പക്ഷേ നമുക്ക് ആ സ്ലോ പേസ് ഫീൽ ചെയ്യും. 2 മണിക്കൂർ ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു സ്ലോ പേസ് ഫീൽ ചെയ്യും. അത് ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷേ അതിനൊരു മൂഡുണ്ട്, അത് ഒരു പ്രത്യേക മൂഡിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല വയലൻ്റ് ഗോർ സീൻസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുള്ള 18+ അല്ലാത്തവരെയൊക്കെ തിയേറ്ററിലേക്ക് കയറ്റുന്നു. കാരണം ഇതിനകത്ത് ഞാൻ പറയാം സെക്ഷൽ ആയിട്ടുള്ള റെഫറൻസസ് വരുന്ന സീനുകളുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ബേസ് സ്റ്റോറി അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് അത് കാണിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷെ അത് സിനിമാറ്റോഗ്രഫിയിലൂടെ അത് ചെയ്തിരിക്കുന്നത് വൾഗറായിട്ട് ഫീൽ ചെയ്യത്തേയില്ല. നമുക്ക് പക്ഷേ അരോചകമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും, എന്നാൽ വൾഗറും അല്ല, അങ്ങനത്തെ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഇപ്പോൾ കുടലൊക്കെ കാണിക്കുന്ന കുടൽ അങ്ങനെ തന്നെ കാണിക്കും, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. ഈവൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, എന്തായാലും നല്ല രീതിയിൽ ഗ്രാഫിക് വയലൻസ് ഉണ്ട് പടത്തിൽ. പിന്നെ അറ്റുപോകുന്നത് അങ്ങനെ അതൊക്കെ ഭയങ്കര പച്ചക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ വീക്ക് ഹാർട്ടഡ്. പക്ഷേ ഇത് ഹൊററിനേക്കാൾ ഉപരി ഒരു നല്ലൊരു ത്രില്ലറാണ്. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹൊററിൽ തന്നെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. ഇത് അങ്ങനെ ഒരു ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹൊറർ സംഭവമാണ്. പക്ഷേ ഇതൊരു ഭയങ്കര മാസ് ഓഡിയൻസിന് പ്ലീസ് ചെയ്യുന്ന രീതിയിലൊരു മാസ് മസാല ഹൊറർ സസ്പെൻസ് ത്രില്ലറൊന്നുമല്ല. ഞാൻ പറയാം, വീണ്ടും പറയാനാണ്, ഈ ഒരു വൈബിലിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ വൈബ് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എൻജോയബിൾ ആയിരിക്കും. എനിക്ക് പറ്റി, അതുകൊണ്ട് തന്നെ എനിക്ക് പടം വളരെ എൻജോയബിളായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ കണ്ടത് വനിതയിലാണ്, സ്ക്രീൻ 1 ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, കിട്ടില്ല സൗണ്ട്. പിന്നെ ഈ സിനിമയുടെ ഫോർമാറ്റ് 1:89 അല്ലെങ്കിൽ 1:90 ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. ഐമാക്സിൽ കണ്ട കിടിലിനായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എപ്പിക് സ്ക്രീനിലൊക്കെ പോലെയുള്ള ഒരു സ്ക്രീനിലാണെങ്കിൽ ഗംഭീരമായിരിക്കും. ഇതിപ്പോൾ സൈഡിൽ രണ്ടിടത്തും ബ്ലാക്ക് ഉണ്ടായിരുന്നു. വനിതയിൽ സ്കോപ്പ് റേഷ്യോ ആണ്, നമ്മുടെ 16:9 റേഷ്യോ ആണ്, അതുകൊണ്ട് തന്നെ സൈഡിൽ ബ്ലാക്ക് വന്നു. പക്ഷെ അത് മൊത്തം ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോഴേക്കും ഒരു എന്താ പറയുക അരോചകമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എന്നാലും സ്ക്രീൻ നിറഞ്ഞിരുന്ന് കാണുന്നത് അത് വേറെ ഫീല് തന്നെയാണ്. അതെന്തായാലും അതങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ഐമാക്സിലൊക്കെ ഈ സിനിമ കണ്ടാൽ ഭയങ്കര രസമായിരിക്കും, സൗണ്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. എന്തായാലും നല്ല എൻജോയബിൾ ആയിട്ടുള്ളൊരു വാച്ചായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബാക്ക്ഡ് അപ്പ് ബൈ കിഡിലിന് ആക്ടിങ്, അടിപൊളി ആക്ടിങ് ആയിരുന്നു, സൂപ്പർ. എന്തായാലും ഒരു ഫസ്റ്റ് പടം, ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറിൻ്റെ സിനിമയാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യില്ല, അത്ര നീറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഡേവിഡ് എസ് ഗോയറാണ്, നമ്മുടെ മാൻ ഓഫ് സ്റ്റീലും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു, ക്ഷമ ഉണ്ടെങ്കിൽ അങ്ങനെ ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്, അല്ലാതെ ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഹൊറർ ചിത്രമല്ല. പിന്നെ ഞെട്ടിപ്പിക്കുന്ന എപ്പോഴും ചാടി എഴുന്നേൽക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ടൈപ്പ് ഒരു ഹൊറർ പടവും അല്ല. ഇതൊരു ഹൊറർ മൂഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നല്ലൊരു പ്രീക്വലാണ്. എനിക്കിതിൻ്റെ സ്റ്റോറി ഇത് കണക്ട് ചെയ്തിരിക്കുന്നതും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് എ വേർതി പ്രീക്വൽ എന്ന് ഞാൻ പറയും. ഫസ്റ്റ് ഓമൻ ഒരു ക്ലാസിക്കായിരുന്നു. ഈ ഒരു സിനിമയാണ് ഇപ്പോൾ ഓമൻ ഫ്രാഞ്ചൈസിൽ മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ഏറ്റവും നീതി പുലർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ബാക്കി എല്ലാ സിനിമകളും കണ്ടാണ്. ഓമൻ റീബൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷേ
ദിസ് വൺ വാസ് ഗുഡ്. ഇത് നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്, എടുത്തു വെച്ചിട്ടുമുണ്ട്. എന്തായാലും കൂഡോസ് ടു ദ ഡയറക്ടർ ആൻഡ് ദ ക്യാമറമാൻ ആൻഡ് ദ ആക്ടേഴ്സ്. സൂപ്പറായിരുന്നു, അടിപൊളി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇത്ര പറയാനുള്ളൂ. അപ്പോൾ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.